أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته. إن الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له أشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون. اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. اللهم بارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد. أما بعد فإن خير الكلام كلام الله وخير السنن سنن محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة. أيها الناس أوصيكم عباد الله ونفسي أولا بتقوى الله. أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. يريدون ليطفئوا نور الله بأفواههم والله متم نوره ولو كره الكافرون. ബഹുമാന്യരായ പണ്ഡിതന്മാരെ, നേതാക്കളെ, സഹോദരങ്ങളെ, സുഹൃത്തുക്കളെ, അല്ലാഹു സുബ്ഹാനഹു വ തആല നമ്മുടെ ഈ സംഗമത്തെ സ്വാലിഹായ അവന്റെ അടുക്കൽ പ്രതിഫലാർഹമായ ഒരു സംഗമമായി സ്വീകരിക്കുമാറാകട്ടെ. മഹത്തായ ഈ വിജ്ഞാനത്തിന്റെ സദസ്സിൽ സംഗമിച്ചതുപോലെ അല്ലാഹു സുബ്ഹാനഹു വ തആല അവന്റെ വിനീതരായ അടിമകൾക്കായി ഒരുക്കിയിട്ടുള്ള അനുഗ്രഹ സമ്പൂർണമായ ജന്നാത്തുൽ ഫിർദൗസിൽ നാം എവരെയും ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. ഇത്തരമൊരു പരിപാടി ഇരണ്ടത്താണിയിൽ സംഘടിപ്പിക്കുന്നതിന്റെ സാഹചര്യം എന്താണ് എന്ന് നാം എല്ലാം മനസ്സിലാക്കി നമ്മുടെ ശത്രുക്കൾ തന്നെ അത് പ്രചരിപ്പിക്കുകയും ചെയ്തു. അതുകൊണ്ട് സാഹചര്യം വിശദീകരിക്കേണ്ടതില്ല. 1-2 ദിവസങ്ങൾക്ക് മുമ്പ് ഇത്തരമൊരു പരിപാടി തിക്കോടിയിൽ വെച്ച് നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ചയായി ഈ പരിപാടിയെ കാണുകയാണ്. ഇവിടെ പറയാത്ത ചില സംഗതികൾ അവിടെ പറഞ്ഞിട്ടുണ്ട്. അവിടെ പറയാത്ത ചില സംഗതികൾ ഇവിടെ പറയാനുമുണ്ട്. അതുകൊണ്ട് കുറെ കാര്യങ്ങൾ ഇതിന് മുമ്പ് തന്നെ പറഞ്ഞതുണ്ട്. അതിന്റെ സീഡികൾ ഇൻഷാ അല്ലാഹ് പുറത്തിറങ്ങുമ്പോൾ നിങ്ങൾ വാങ്ങണം, കാണണം എന്നറിയിക്കുകയാണ്. ഇവിടെ മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ പ്രത്യേകത, സവിശേഷത എല്ലാവർക്കും അറിയുന്നതാണ്, മനസ്സിലാക്കിയതാണ്.
കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരുടെ അടിസ്ഥാനപരമായ ആദർശം എന്താണ്, അവർക്ക് പറയാനുള്ളത് എന്താണ് എന്നത് കേരളക്കരയിൽ ജീവിക്കുന്ന ഒരു ചെറിയ കുട്ടിക്ക് പോലും മനസ്സിലായ കാര്യമാണ്. കേരളത്തിൽ മുജാഹിദ് പ്രസ്ഥാനം നടത്തിക്കൊണ്ടിരിക്കുന്ന അവരുടെ ദഅവ, അവരുടെ പ്രബോധനം, ആ പ്രബോധനത്തിന്റെ അടിസ്ഥാനം നിങ്ങൾ തൗഹീദുള്ളവരാവുക, നിങ്ങൾ സുന്നത്തുള്ളവരാവുക എന്നതാണ്. അതുകൊണ്ട് തന്നെ ഖുർആനും സുന്നത്തും ഈ സമൂഹത്തിന് പഠിപ്പിച്ചു കൊടുത്തുകൊണ്ട്, വിശദീകരിച്ചു കൊടുത്തുകൊണ്ട് സമൂഹത്തിൽ നിലകൊള്ളുന്ന ഒരു ആദർശ പ്രസ്ഥാനമാണ് മുജാഹിദ് പ്രസ്ഥാനം. കേരള സമൂഹത്തിൽ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ, ആക്ഷേപിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് തൗഹീദ് പറഞ്ഞതിന്റെ പേരിലാണ്, സുന്നത്ത് പറഞ്ഞതിന്റെ പേരിലാണ്. കേരളത്തിലെ മുജാഹിദ് പ്രസ്ഥാനം വിമർശിക്കപ്പെട്ടിട്ടുണ്ടെങ്കിൽ അത് ശിർക്കിനെതിരെ ശബ്ദിച്ചതിന്റെ പേരിലാണ്, ബിദ്അത്തിനെതിരെ നിലകൊണ്ടതിന്റെ പേരിലാണ്. മുജാഹിദ് പ്രസ്ഥാനത്തിനെതിരെ രംഗത്ത് വന്ന ആളുകൾ യഥാർത്ഥത്തിൽ ഈ ആദർശ പ്രസ്ഥാനത്തിന്റെ പേരിൽ കളവുകളും വ്യാജങ്ങളും പ്രചരിപ്പിച്ചുകൊണ്ടാണ് ഏത് കാലഘട്ടത്തിലും നിലനിന്നത് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. മുജാഹിദ് പ്രസ്ഥാനത്തെ വിമർശിക്കുവാൻ വേണ്ടി ഏത് ഇബ്ലീസിനെ കൂട്ടുപിടിക്കാനും മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ശത്രുക്കൾക്ക് യാതൊരുവിധ മടിയും ഉണ്ടായിട്ടില്ല എന്നതും ഒരു യാഥാർത്ഥ്യമാണ്. ഇബ്ലീസിനെ കൂട്ടുപിടിച്ചിട്ടാണെങ്കിലും മുജാഹിദുകളെ ഞങ്ങൾ നേരിടും എന്നാണ്. ഇത് മുമ്പേ ചില ആളുകൾ പയറ്റിപ്പോന്നതാണ്. ഇപ്പൊ ചില ആളുകളോ അവർക്ക് ജിന്നില്ലാതെ ജീവിക്കാൻ വയ്യാത്ത അവസ്ഥയാണ്. ഒന്ന് എഴുന്നേറ്റ് നിൽക്കണമെങ്കിൽ ജിന്ന് വേണം, പുറത്തേക്കിറങ്ങണമെങ്കിൽ ജിന്ന് വേണം, പ്രസംഗിക്കണമെങ്കിൽ ജിന്ന് വേണം, സമ്മേളനം നടത്തണമെങ്കിൽ ജിന്ന് വേണം, അന്തി ഉറങ്ങണമെങ്കിൽ ജിന്ന് വേണം. ജിന്നില്ലാതെ അവരില്ല. ആ ഒരു അവസ്ഥയിൽ കഴിയുന്ന ഒരു സമൂഹമായി നമ്മുടെ സഹോദരങ്ങൾ അഥവാ നമുക്കിടയിലുള്ള മടവൂരികൾ മാറിയിട്ടുണ്ട് എന്നത് ഒരു യാഥാർത്ഥ്യമാണ്. എന്നാൽ ഇത് കാണുമ്പോൾ മുജാഹിദുകളെ സംബന്ധിച്ചിടത്തോളം ഒരു അത്ഭുതവും തോന്നുന്നില്ല. കാരണം ഇബ്ലീസുമായി, പിശാചുമായി ഈ ആദർശ പ്രസ്ഥാനത്തെ നേരിടാൻ വരിക എന്നത് ഒരു പുതിയ കാര്യമല്ല, വളരെ മുമ്പേ നടന്നിട്ടുള്ളതാണ്. ബഹുമാന്യരെ, നാം പറഞ്ഞു വന്നത് ശൈത്വാനെ കൂട്ടുപിടിച്ചുകൊണ്ട് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാൻ വേണ്ടി, മുജാഹിദ് പ്രസ്ഥാനത്തിന്റെ ആദർശത്തെ എതിർക്കുവാൻ വേണ്ടി നടക്കുന്ന ശ്രമങ്ങൾ പുതിയതല്ല എന്നാണ് ഞാൻ സൂചിപ്പിച്ചത്. അത് മടവൂരികൾ മാത്രമല്ല, നേരെ മറിച്ച് നമ്മുടെ നാട്ടിലെ യാഥാസ്ഥിക പുരോഹിതന്മാർ പയറ്റി പരാജയപ്പെട്ട ഒരു അടവാണിത് എന്ന് നാം ഓരോരുത്തരും അറിയണം, മനസ്സിലാക്കണം. എൻ്റെ കയ്യിലുള്ളത് റിസാലയാണ്. ഈ റിസാലയിൽ സാക്ഷാൽ സുലൈമാൻ സഖാഫി മാളിയേക്കൽ എന്ന് പറയുന്ന അള്ളാന്റെ ഖുർആൻ തിരുത്തിയ സഖാഫി, അയാൾ എഴുതിയ ഒരു ലേഖനമുണ്ട്. ആ ലേഖനം അയാൾ വെറുതെ എഴുതിയതല്ല, അയാളുടെ ഒരു അനുഭവം, ഒരു യാത്രാ വിവരണം അദ്ദേഹം എഴുതിയതാണ്. അതിൽ അദ്ദേഹം മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്ക് നടത്തിയ ഒരു യാത്രയെ സംബന്ധിച്ചാണ് എഴുതുന്നത്. ഒരു ബസ് യാത്രയുടെ ഓർമ്മ എന്ന പേരിലാണ് ഈ റിസാലയിൽ ഈ ലേഖനം വന്നിട്ടുള്ളത്. ആ റിസാലയിൽ അയാൾ പറയുന്നത് കാലം 1992, മഞ്ചേരിയിൽ നിന്ന് കോഴിക്കോട്ടേക്കുള്ള യാത്ര തികച്ചും യാദർച്ഛികം. മാളിയേക്കലിൽ നിന്ന് മർക്കസിലേക്ക് പോകുന്ന ഞാനും നെല്ലിക്കുത്തിൽ നിന്ന് വരുന്ന ഉസ്താദും മഞ്ചേരി ബസ് സ്റ്റാൻഡിൽ ഒരുമിച്ചെത്തി. കോഴിക്കോട്ടേക്കുള്ള ബസ് പിടിക്കണം. ഞാൻ ഓടിക്കതച്ചകത്ത് കയറി സീറ്റ് പിടിച്ചു. ഉസ്താദ് സാവകാശം ബസ്സിൽ കയറി ഒരു സീറ്റിൽ രണ്ടുപേരും ഒരുമിച്ച്. എന്റെ അസ്വസ്ഥത മനസ്സിലാക്കിയാകണം അവിടെ ഇരിക്കണം, മറ്റാരെങ്കിലും ഇരുന്നാൽ എനിക്ക് പ്രയാസമാകും എന്ന് ഉസ്താദ് പറഞ്ഞു. ഞാൻ പരമാവധി ഒതുങ്ങി ഒറ്റച്ചന്തിയിൽ സീറ്റിലിരുന്നു. കണ്ടക്ടർ വന്നു. ടിക്കറ്റ് വാങ്ങാൻ ഞാൻ കീശയിൽ കൈവച്ചു. ഉസ്താദ് കൈക്ക് പിടിച്ചു. നിങ്ങൾ മുത്തഅല്ലിമാണ്, ടിക്കറ്റ് ഞാൻ എടുക്കാം. സ്നേഹപൂർവമായ നിർബന്ധത്തിന് ഞാൻ വഴങ്ങേണ്ടി വന്നു.
മഞ്ചേരി ജംഗ്ഷനിൽ നിന്ന് ബസ് കോഴിക്കോട് റോഡിൽ പ്രവേശിച്ചതോടെ ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്താണ് ആ ദൃശ്യം? സുലൈമാൻ സഖാഫി പറയാണ്, ആ ദൃശ്യം എന്റെ ദൃഷ്ടിയിൽപ്പെട്ടു. എന്താണ് ആ ദൃശ്യം? നീണ്ടു നിവർന്നു കിടക്കുന്ന വെള്ള നിറമുള്ള ചുമരിൽ നെടുങ്കനക്ഷരങ്ങളിൽ ഒരു ചുമരെഴുത്ത്. എന്താ ചുമരെഴുത്ത് എഴുതി വെച്ചിരിക്കുന്നത്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം, പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം. ടൗണിന്റെ ആലസ്യത്തിൽ റോഡിന്റെ പാളങ്ങളിൽ കയറിയിറങ്ങി ഞങ്ങളുടെ ശകടം ഇഴയുകയാണ്. ഞാൻ ആ ചുമരെഴുത്ത് ഉസ്താദിന്റെ ശ്രദ്ധയിൽപ്പെടുത്തി. ഇത് കണ്ടപ്പം മുതൽ മൂപ്പർക്ക് ഭയങ്കര അസ്വസ്ഥത. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം എന്ന് എഴുതി വെച്ച ആ വാചകം കണ്ടപ്പോൾ സുലൈമാൻ സഖാഫിക്ക് മനസ്സിൽ വല്ലാത്ത അസ്വസ്ഥത. അതുകൊണ്ട് ഉസ്താദാണെങ്കിലൊന്നും പറയുന്നില്ല. അതുകൊണ്ട് ഉസ്താദിനെ വിളിച്ചിട്ട് ഓർപ്പിക്കുകയാണ്, അല്ല ഉസ്താദെ, കണ്ടില്ലേ എഴുതി വെച്ചത് പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രം എന്നാണ് എഴുതി വെച്ചിട്ടുള്ളത്. ഇതിന് ഒരു ബദൽ മുദ്രാവാക്യം എന്ത്? ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്തെന്നാ മൂപ്പര് ചോദിക്കുന്ന ഉസ്താദിനോട്. അള്ളാഹു ഏകൻ എന്ന് എവിടെടുത്ത് എഴുതി വെച്ചാ മൂപ്പരത് കണ്ടാ ചിന്തിക്കെന്താ, ഇതിനൊരു എതിർ മുദ്രാവാക്യം വേണം, ബദൽ മുദ്രാവാക്യം വേണമെന്നാണ്. പ്രാർത്ഥന അള്ളാഹുവിനോട് മാത്രമെന്ന് എഴുതി വെച്ചത് കണ്ടപ്പോ ഉസ്താദിനോട് ഇയാൾ ചോദിക്കാണ്, ഇതിനൊരു ബദൽ മുദ്രാവാക്യം എന്ത്? ഞാൻ ചോദ്യം തൊടുത്തു. നവീനവാദികളുടെ ഈ തലവാചകം വഴി ജനങ്ങൾ ആശയക്കുഴപ്പത്തിലാകുമല്ലോ എന്നാണ്. ആളുകൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ, പ്രാർത്ഥന അള്ളാഹിനോട് മാത്രം എന്ന് പറഞ്ഞാൽ ജനങ്ങൾക്ക് ആശയക്കുഴപ്പം ഉണ്ടാവുമല്ലോ എന്ന്. ഉസ്താദ് ഒന്ന് നിവർന്നിരുന്നു, തലപ്പാവ് ഉയർത്തി നേരെ വെച്ചു, എന്നോടൊന്നുകൂടി അടുത്തിരിക്കാൻ പറഞ്ഞു. ഒരു നറുപുഞ്ചിരിയോടെ സ്വതസിദ്ധമായ ശൈലിയിൽ സംസാരിച്ചു തുടങ്ങി. ഞാൻ കാതു കൂർപ്പിച്ച് കേട്ടു. ബസ്സിലാണ്, ബസ് യാത്രക്കിടയിലാണ് സംസാരം. എന്നിട്ട് ഉസ്താദ് എന്താ പറഞ്ഞത്? ഇവർ ഇങ്ങനെ തന്നെ പറയണം. ആര്? മുജാഹിദികൾ ഇങ്ങനെ തന്നെ പറയണം. ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? കണ്ടോ, ഉസ്താദ് ഇബ്ലീസിനെ കൂട്ടുപിടിച്ചു. ഉടനെ ആരെ എതിർക്കാൻ? മുജാഹിദുകളെ എതിർക്കാൻ. ഇബ്ലീസിനെ പിടിച്ചിട്ട് ഇബ്ലീസിന്റെ പേരിൽ ഉസ്താദ് പറയാണെന്ത്? ഇത് തന്നെയല്ലേ ഇബ്ലീസ് മുമ്പ് പറഞ്ഞത്? അള്ളാന്റെ ഖുർആൻ തിരുത്തിയ സുലൈമാൻ സഖാഫി പറയാൻ, ഞാൻ അന്താളിച്ചു പോയത്. മൂപ്പര് അന്താളിച്ച പിന്നെ ബാക്കിയുള്ളവർ കാര്യം പറയണ്ടോ? അപ്പൊ ഞാൻ അന്താളിച്ചു പോയി. പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന് ഇബ്ലീസ് പറഞ്ഞെന്നോ ഞാൻ ചോദിച്ചു. അപ്പോൾ ഉസ്താദ് പറയാണ്, അതെ അതെ, ആ പദം പറഞ്ഞില്ലായിരിക്കാം, പക്ഷേ അവന്റെ നിലപാട് എന്തായിരുന്നു? സുജൂദ് അള്ളാഹുവിന് മാത്രമെന്നല്ലേ? ആ സുജൂദ് ഏറ്റവും പ്രധാനപ്പെട്ട ആരാധനയല്ലേ? അത് അള്ളാഹുവിന് എത്രയും ചെയ്യാൻ സന്നദ്ധനായിരുന്നു ഇബ്ലീസ്. ആദം നബി അലൈഹിസ്സലാത്തു വസ്സലാം ആദം നബിക്ക് സുജൂദ് ചെയ്യാനുള്ള അള്ളാഹുവിന്റെ കൽപ്പന വന്നപ്പോൾ ധിക്കാരത്തോടെ അവൻ പിന്മാറാൻ കാരണമെന്ത്? സുജൂദ് അള്ളാഹുവിന് മാത്രമെന്നായിരുന്നു അവന്റെ മനോഭാവം. അതുകൊണ്ട് പ്രാർത്ഥന അള്ളാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന മുദ്രാവാക്യവും അർത്ഥത്തിൽ ഒന്നു തന്നെയാണ്. അപ്പോ ഈ രണ്ട് മുദ്രാവാക്യവും ഒന്ന് തന്നെയാണെന്നാ. അപ്പോൾ സുലൈമാൻ സഖാഫി എഴുതാണ്, ബസ് ഒരു കുഴിയിൽ നിന്ന് എഴുന്നേൽക്കാനുള്ള ശ്രമത്തിൽ ഒന്ന് പുരണ്ട് മുന്നോട്ടാഞ്ഞു. വണ്ടിയിൽ ഇങ്ങനെ പോവാണ്. ഉസ്താദ് കമ്പിയിൽ പിടിമുറുക്കി, കട്ടറിൽ വീണതാണ്, പെട്ടെന്ന് കമ്പിയിൽ പിടിമുറുക്കി. കിട്ടിയ ഗ്യാപ്പിൽ ഞാൻ ഇരുത്ത ശരിപ്പെടുത്തിയാൽ ഉസ്താദ് ഇളകിയപ്പോ അതിനിടക്ക് മൂപ്പര് ശരിക്കൊന്നിരുന്നു എന്നാ. അതിനിടക്ക് ഇത് എങ്ങനെ വിശദീകരിക്കും? ഇതിങ്ങനെ പറഞ്ഞാൽ പോരല്ലോ, ഇതെങ്ങനെ വിശദീകരിക്കും? ഉസ്താദ് വീണ്ടും സംസാരിച്ചു തുടങ്ങുകയാണ്. പ്രാർത്ഥന, സുജൂദ് എന്നിവ അള്ളാഹുവിന് മാത്രമെന്ന് പറയുന്നവർക്ക് അല്പം വകതിരിവ് വേണം. അല്ലാത്ത പക്ഷം ആദമിന്റെ മുന്നിൽ നിർവഹിക്കണമെന്ന് അള്ളാഹു മലക്കുകളോട് കൽപ്പിച്ച സുജൂദും മഹാപാപമാണെന്ന് പറയേണ്ടി വരും. ഈ വകതിരിവില്ലാത്തതാണ് ഇബ്ലീസിനും വഹാബികൾക്കും സംഭവിച്ച കുഴപ്പം. എന്നിട്ട് ഉസ്താദ് സുലൈമാൻ സഖാഫിയോട് പറയാണ്, എന്ത്? ഇപ്പോൾ വേണ്ടത് ഇതാണ്. എന്ത്? നിങ്ങൾ SSFന്റെ കുട്ടികൾ എല്ലാ ചുമരുകളിലും എഴുതി വെക്കണം. എന്ത്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അള്ളാഹുവിന് മാത്രം ഇബ്ലീസ്. ഇത് എഴുതി വെക്കണം എന്നാ. അപ്പൊ മുജാഹിദികൾ പ്രാർത്ഥന അള്ളാഹിനോട് മാത്രമെന്ന് എഴുതാൻ തീരുമാനിച്ച് അവരെങ്ങനെ എഴുതുമ്പോ ഇയാള് ശിഷ്യനോട് പറഞ്ഞു കൊടുക്കുകയാണല്ല, സുലൈമാനെ നീ SSFന്റെ കുട്ടികളോട് പറയണം, എല്ലാ ചുമരിലും എഴുതി വെക്കണം. എന്താ എഴുതി വെക്കേണ്ടത്? എല്ലാ ചുമരുകളിലും എഴുതി വെക്കേണ്ടത് എന്താണ്? പ്രാർത്ഥന അള്ളാഹുവിന് മാത്രം വഹാബികൾ, സുജൂദ് അള്ളാഹുവിന് മാത്രം ഇബ്ലീസ്. ഇബ്ലീസ് അല്ല ഞെട്ടി. അങ്ങനെ ഉണ്ടല്ലോ, മുരിയാര് ദുഷിച്ചാൽ ഇബ്ലീസിനേക്കാൾ മോശമാകും എന്നാണ്. ഫഅത്ബഅഹു ശൈത്താൻ എന്നാണ് ഖുർആൻ പറഞ്ഞത്. അയാളെ ശൈത്താൻ പിൻപറ്റിയെന്ന്. അയാളുടെ പുറകെ ശൈത്താൻ പോയി. ഒരു പണ്ഡിതൻ പിഴച്ചതാണ്.
അയാളുടെ പുറകെ ശൈത്താൻ പോയി എന്നാണ് പറഞ്ഞത്. ശൈത്താന്റെ പുറകെ അയാൾ പോയി എന്നല്ല, അയാളുടെ പുറകെ ശൈത്താൻ പോയി. ഈ രൂപത്തിൽ നെല്ലിക്കുത്ത് മുസ്ലിയാർ ഇത് പറഞ്ഞപ്പോ ശൈത്താൻ തന്നെ ഞെട്ടിക്കാണും. കാരണം ശൈത്താൻ പറയാത്തത് ശൈത്താന്റെ പേരിൽ പറയാണ്. കാരണം എന്ത്? മുജാഹിദുകളെ എതിർക്കണം, വഹാബികളെ എതിർക്കണം. എനിക്ക് ആവേശമായി, സുലൈമാൻ സക്കാഫി പറയാണ്, എനിക്ക് ആവേശമായി. ഇത് എങ്ങനെ സമർത്ഥിക്കും? അങ്ങനെ എഴുതാമോ? അങ്ങനെ എഴുതാമോ? ഇതെങ്ങനെ സമർത്ഥിക്കും? ഉസ്താദ് വീണ്ടും ഫോമിലായി. മൂപ്പര് 6 അടിച്ച ഫോമില. എന്നിട്ട് തലയിൽ കെട്ട് വീണ്ടും തലയിൽ ഉയർത്തി വീണ്ടും തലയിൽ വെച്ചു. ഹെൽമെറ്റ് ഒക്കെ ഒന്ന് ശരിയാക്കിയിട്ട് വിശദീകരിക്കാൻ പോവാണ്. എന്താണ് സുജൂദ്? ആരാധനാ മനോഭാവത്തോടെയുള്ളതും ആരാധനാ മനോഭാവം ഇല്ലാത്തതുമായി 2 വിധമുണ്ട്. ആരാധനാ മനോഭാവത്തോടെയുള്ള സുജൂദ് അള്ളാഹുവിന് മാത്രം ചെയ്യേണ്ടതാണ്. ആരാധനാ മനോഭാവമില്ലാതെയുള്ള സുജൂദാണ് ആദമിന് ചെയ്യാൻ അള്ളാഹു കൽപ്പിക്കുന്നത്. ഇത് മലക്കുകൾക്കറിയാമായിരുന്നു, പക്ഷേ ഇബ്ലീസിന് ഈ വകതിരിവ് ഉണ്ടായിരുന്നില്ല. അവൻ സുജൂദ് അള്ളാഹുവിന് മാത്രമെന്ന ആശയം മുന്നോട്ട് വെച്ച് ചുമരെഴുത്ത് നടത്തി നരകത്തിൽ പോയി. ഈ വഴിക്കല്ലേ വഹാബി പോകുന്നത്? ഇവർ പറയുന്നതും അത് തന്നെയല്ലേ? ഉസ്താദ് നിർത്തി ബസ് കോഴിക്കോട് ബസ് സ്റ്റാൻഡിൽ കയറി ഒരു യാത്രയുടെ ശുഭകരമായ പര്യവസാനം ഉസ്താദുമായി കൂടുതൽ എടുക്കാൻ ആ ബസ് യാത്ര അവസരമായി എന്നാണ് റിസാലയിൽ എഴുതി വെച്ചത്. എന്തായാലും ബസ് കോഴിക്കോട്ട് എത്തിയത് നന്നായി. വല്ല കാസർഗോട്ടേക്കായിരുന്നു യാത്രയെങ്കിൽ അവിടെ എത്തുന്നതിനുള്ളിൽ ഇസ്ലാമി പൊളിച്ചു വെച്ചേ ഉസ്താദ് ശിശരി കൂടി. ഞാനത് സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, ഇത് ആമുഖമായി സൂചിപ്പിച്ചത് എന്തിനെന്ന് ചോദിച്ചാൽ, കുറെ മുമ്പേ തുടങ്ങി ഇബ്ലീസിനെ പിടിച്ചിട്ട് മുജാഹിദുകളെ എതിർക്കാൻ, ശൈത്താനെ പിടിച്ച് മുജാഹിദുകളെ എതിർക്കാൻ, ജിന്നുകളെ കൂട്ടുപിടിച്ച് മുജാഹിദുകളെ എതിർക്കാൻ. അങ്ങനെ ഒരു വിഭാഗം ആവുന്നത്ര കളവ് പ്രചരണങ്ങളും ചുവരെഴുത്തുകളും നടത്തി ആ വഴിക്ക് മുജാഹിദ് പ്രസ്ഥാനത്തെ നശിപ്പിക്കാമോ എന്ന് നോക്കി. നടന്നില്ല. അപ്പോ ശൈത്താൻ അടവൊന്നു മാറ്റി. എന്നിട്ട് പുതിയൊരടവുമായി അവൻ രംഗത്ത് വന്നു. ആ അടവെന്താ? മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ആൾക്കാരാണ്. മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന, ശൈത്താനോട് പ്രാർത്ഥിക്കുന്ന ആളുകളാണ് എന്ന്. ഈ നാട് നീളെ വളരെ ശക്തമായ പ്രചണ്ഡമായ പ്രചാരവേലകൾ നടത്തി. മുജാഹിദ് പണ്ഡിതന്മാരും അതുപോലെ തന്നെ മുജാഹിദ് നേതാക്കളും ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ്, മലക്കുകളോട് തേടുന്നവരാണ് എന്ന പ്രചരണം നടത്തി നാടുനീളെ നടന്നു. ഞങ്ങൾക്കങ്ങനെ വാദം ഉണ്ടായോ? ഞങ്ങളെങ്ങനെ വാദിച്ചുവോ? വാദിച്ചിട്ടില്ല. ഞങ്ങളെങ്ങനെ വാദിക്കുമോ? വാദിക്കുകയുമില്ല. ഞങ്ങളെങ്ങനെ വാദിക്കുമെന്ന് നിങ്ങൾ വിചാരിക്കുന്നുവോ? നിങ്ങൾ അങ്ങനെ വിചാരിക്കേണ്ടതില്ല. അങ്ങനെ ആരെങ്കിലും വാദിച്ചാൽ ഞങ്ങളുടെ നേതാക്കൾ സമ്മതിക്കുമോ? സമ്മതിക്കില്ല. ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്നോ ജിന്നിനോട് സഹായം തേടാമെന്നോ വാദിക്കുന്ന ആരെങ്കിലും രംഗത്ത് വന്നാൽ അവരുമായി സഹകരിക്കാൻ മുജാഹിദ് പ്രസ്ഥാനം ഉണ്ടാകുമോ? ഉണ്ടാകില്ല. തെളിവെന്താ? നിങ്ങളിട്ട CD തന്നെ. സാക്ഷി എന്താ? നിങ്ങളിട്ട ക്ലിപ്പുകൾ തന്നെ. ഒരു കാലഘട്ടത്തിൽ ഈ രണ്ടത്താണിയുടെ മണ്ണിൽ നിന്നുകൊണ്ട് അള്ളാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പറഞ്ഞ് പ്രസംഗിച്ചവർ, ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് പ്രസംഗിച്ചവർ, അവർക്ക് മറുപടി പറയാൻ അന്നും ഇവിടെ ഞാൻ വന്നിട്ടുണ്ട്. അന്നും ഈ രൂപത്തിൽ ഇവിടെ പ്രസംഗങ്ങൾ നടന്നിട്ടുണ്ട്. എന്നാൽ ഇന്നതേ രണ്ടത്താണിയിൽ വരുമ്പോൾ നിങ്ങൾ മുജാഹിദുകളുടെ പേരിൽ പറയുന്ന ആരോപണം എന്താ? ആക്ഷേപം എന്താ? അതേ മുജാഹിദ് പണ്ഡിതന്മാർ തന്നെ, മുജാഹിദ് നേതാക്കൾ തന്നെ വളരെ ശക്തമായി പറയുന്നു, മുജാഹിദ് പ്രസ്ഥാനത്തിൽ ജിന്നിനോട് പ്രാർത്ഥിക്കുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല, ജിന്നിനോട് സഹായം തേടുന്ന ഒരാൾ ഉണ്ടാകാൻ പാടില്ല. അങ്ങനെ ഒരാൾ ഉണ്ടെങ്കിൽ അയാൾക്ക് മുജാഹിദ് പ്രസ്ഥാനത്തിൽ സ്ഥാനമില്ല എന്ന് മുജാഹിദ് നേതാക്കൾ തന്നെ പറയുന്നു. കേട്ടില്ലേ എന്ന് നിങ്ങൾ തന്നെ പറയുന്ന അവസ്ഥയുണ്ടായി. ശബാബിന്റെ എത്ര ലക്കങ്ങളാ നിങ്ങൾ മാറ്റിവെച്ചത്? ശബാബിൽ ഒരു പങ്ക്തി ഉണ്ടായിരുന്നു, പേരെന്താണെന്നറിയുമോ? നെല്ലും പതിരുമെന്നാണ്. അതിൽ നെല്ലുണ്ടായിരുന്നില്ല, പതിര് മാത്രമാണ് ഉണ്ടായിരുന്നത്, അല്ലേ? അങ്ങനെ വർഷങ്ങളായി നെല്ലും പതിരും എന്ന പേരിൽ പങ്ക്തി എഴുതിയിട്ട് മുജാഹിദുകൾ ജിന്നിനോടും മലക്കിനോടും സഹായം തേടുന്നവരാണ് എന്ന് വരുത്തി തീർക്കുവാനുള്ള ശ്രമങ്ങൾ മുഴുവൻ നടത്തിയിട്ട് അതേ ശബാബിന്റെ 1 ലക്കം നിങ്ങൾക്ക് മാറ്റിവെക്കേണ്ടി വന്നു. എന്ത് പറയാൻ? മുജാഹിദുകൾ ജിന്നിനോട് പ്രാർത്ഥിക്കുന്നവർക്കെതിരാണ് എന്ന് പറയാൻ, ജിന്നിനോട് സഹായം തേടുന്നവർക്കെതിരാണ് എന്ന് പറയാൻ നിങ്ങൾ 1 ലക്കം മാറ്റിവെക്കേണ്ടി വന്നുവെങ്കിൽ അള്ളാഹു നിങ്ങളെ കൊണ്ട് ചെയ്യിച്ചതാണ് എന്ന് നിങ്ങൾ മനസ്സിലാക്കണം. കടിച്ച പാമ്പിനെ കൊണ്ട് വിഷറക്കിക്കാന്ന് പറഞ്ഞ സംവിധാനമുണ്ട്. പാമ്പ് തന്നെ വിഷറക്കണം. നിങ്ങൾ കയറ്റിയ വിഷം നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ഇറക്കും. അതിവിടെ നടന്നു. ഇനി കേരളത്തിന്റെ മുക്കുമൂലകളിൽ നിങ്ങൾ ഈ CD യുമായി നടക്കണം. ഈ പ്രസംഗം നിങ്ങൾ കേൾപ്പിക്കണം.
എന്നിട്ട് ഈ സമൂഹത്തെ നിങ്ങൾ ബോധ്യപ്പെടുത്തണം. ഈ സമൂഹത്തോട് നിങ്ങൾ തന്നെ പറയണം, മുജാഹിദ് പണ്ഡിതന്മാർ, മുജാഹിദ് നേതാക്കൾ ജിന്നിനോട് പ്രാർത്ഥിക്കാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, ജിന്നിനോട് സഹായം തേടാമെന്ന് ആരെങ്കിലും പറഞ്ഞാൽ, അവർക്കെതിരെ കൗൺസിൽ കൂടുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ യോഗം നടത്തുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ പുസ്തകം എഴുതുന്നവരാണ് മുജാഹിദുകൾ, അവർക്കെതിരെ ശബ്ദിക്കുന്നവരാണ് മുജാഹിദുകൾ എന്ന് നിങ്ങളെ തൊള്ള കൊണ്ട് കേരളത്തിന്റെ ഓരോ മുക്കുമൂലകളിലും ഞങ്ങൾ പറയിപ്പിക്കും. നിങ്ങൾ പറയണം, പറഞ്ഞു നടക്കണം. പക്ഷേ അങ്ങനെ പറഞ്ഞു നടന്നത് കൊണ്ട് നിങ്ങളുടെ ബാധ്യത തീരുമെന്ന് നിങ്ങൾ വിചാരിക്കരുത്. ഞങ്ങൾക്കൊരു നിലപാടുണ്ട് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ നിലപാട് ഇന്നത്തെ നിലപാടല്ല, ഇന്നലത്തെ നിലപാടല്ല. നേരെ മറിച്ച് ആദം അലൈഹിസ്സലാത്തു വസ്സലാം മുതൽ മനുഷ്യോൽപ്പത്തി മുതൽ വിശ്വാസി സമൂഹം സ്വീകരിച്ചിരിക്കുന്ന ഒരു നിലപാടാണ് എന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? മനസ്സിലായി. ആ നിലപാട് എന്താണ്? ഖുൽ ഇന്നമാ അദ്ഉ റബ്ബി വലാ ഉശ്രികു ബിഹി അഹദാ. ഞങ്ങൾ അല്ലാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കൂ, ആ റബ്ബിൽ യാതൊന്നിനെയും ഞങ്ങൾ പങ്കുചേർക്കുകയില്ല. ഇതാണ് ഞങ്ങളുടെ നിലപാട്. ആ നിലപാടിൽ ഉറച്ചു നിൽക്കുകയും അല്ലാഹു അല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട് സന്ധിയില്ലാ സമരത്തിൽ ഏർപ്പെടുകയും അല്ലാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുകയും അതിനുവേണ്ടി വാദിക്കുകയും ചെയ്യുന്നവരാണ് മുജാഹിദുകൾ. ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് ഞങ്ങൾ എന്ന് വരുത്തി തീർക്കാൻ നിങ്ങൾ ശ്രമിച്ചിട്ടുണ്ട്. മട്ടാഞ്ചേരിയിൽ ഒരു സംവാദത്തിന് വ്യവസ്ഥ എഴുതി. എന്തായിരുന്നു അവിടുത്തെ സംവാദത്തിന്റെ വ്യവസ്ഥ? ആ നാട്ടിലുള്ള ഒരു ചെറുപ്പക്കാരനായ പണ്ഡിതൻ, അദ്ദേഹം ഓരോ വീട്ടിലും കയറി ഇറങ്ങി അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന സമൂഹത്തോട്, നിങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കരുത്, റബ്ബിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറഞ്ഞു. ആ നാട്ടുകാര് ചോദിച്ചു, അല്ല, ഞങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നു എന്നാണല്ലോ നിങ്ങൾ പറയുന്നത്, എങ്ങനെയാണ് ഞങ്ങൾ അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത്? ആ സമയത്ത് ആ ചെറുപ്പക്കാരനായ പണ്ഡിതൻ ഓതിക്കൊടുത്തു, നിങ്ങൾ മൗലിദ് ഓതുമ്പോ അതിലുണ്ട് ഇർതകബതു അലൽ ഖതാ غير حسر وعدد لك أشكو فيه يا سيدي خير النبي. മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയെ വിളിച്ചുകൊണ്ട് ശികായത്ത് ബോധിപ്പിക്കുന്ന വാചകങ്ങൾ അതിലുണ്ട്. അത് തെറ്റാണ്, കുറ്റകരമാണ്, പാടില്ലാത്തതാണ്. സ്വാഭാവികമായും ചോദ്യം ഉണ്ടായി, വാദപ്രതിവാദത്തിന് നിങ്ങളുണ്ടോ? നിങ്ങൾ വാദപ്രതിവാദം നടത്താനുണ്ടോ? അങ്ങനെ എഴുതി ഈ വിഷയം അല്ലെങ്കിൽ ഇർതകബതു ജല്ലൽ ശിർക്കാണ് എന്നവര്, അല്ലെങ്കിൽ നമ്മളും ശിർക്കല്ല എന്നവരും. അങ്ങനെ വാദപ്രതിവാദത്തിന് വിഷയം എഴുതിയിട്ട് കരാർ നിശ്ചയിക്കുവാൻ വേണ്ടി ഒരു വീട്ടിൽ കൂടിയപ്പോ ചില അഹ്സരിമാരാണ് കരാർ എഴുതാൻ വേണ്ടി വന്നത്. അവർക്ക് ആ വാദപ്രതിവാദ വിഷയത്തിൽ തന്നെ താല്പര്യമില്ല. ആ ഘട്ടത്തിൽ അവർ പറഞ്ഞു, എന്താ പറഞ്ഞത്? നിങ്ങൾക്ക് ഇത് പറയാൻ അവകാശമില്ല, നിങ്ങൾ നിങ്ങളുടെ വിശ്വാസത്തിൽ നിന്ന് തെന്നിപ്പോയവരാണ്. അള്ളയല്ലാത്തൊരു പ്രാർത്ഥിക്കാമെന്ന് പറയുന്നവരാണ്, ജിന്നോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു, ഞങ്ങൾക്ക് മാറ്റമുണ്ടായിട്ടില്ല, എഴുതാൻ തയ്യാറുണ്ടോ? മുജാഹിദ് പ്രസ്ഥാനം സ്വീകരിച്ചു വന്ന നിലപാട്, ആ നിലപാടിൽ ഇന്ന് വരെ മാറ്റമുണ്ടായിട്ടില്ല, ഞങ്ങൾ മാറ്റം വരുത്തിയിട്ടില്ല എന്ന് തെളിയിക്കുവാൻ ഞങ്ങൾ തയ്യാറാണ് എന്ന് അവിടെ വെച്ചുകൊണ്ട് ശക്തമായി പറഞ്ഞു. എന്നിട്ട് അതിന്റെ CD, കരാറിന്റെ CD മട്ടാഞ്ചേരി സംവാദം എന്ന് പറഞ്ഞ് പുറത്തിറക്കി. അതിന്റെ ചില ഭാഗങ്ങൾ, അഹ്സനി പ്രസംഗിക്കുന്ന ഭാഗങ്ങൾ കഷ്ടിച്ചെടുത്ത് നാട് നീളെ കണ്ടോ, മുജാഹിദുകൾ ഇപ്പോൾ ജിന്നിനോട് സഹായം തേടാമെന്ന് പറയുന്നവരാണ് എന്ന് ഇതാ അഹ്സനിമാർ പോലും പറയുന്നു. അതിനുശേഷം ഏതാനും ആഴ്ചകൾ കഴിഞ്ഞപ്പോൾ ചക്കരപ്പറമ്പ് എന്ന് പറയുന്ന എറണാകുളം ജില്ലയിലെ പ്രദേശത്ത് ചില ചെറുപ്പക്കാർ തമ്മിൽ സംസാരിച്ചു. വാദപ്രതിവാദത്തിന് വാദമെഴുതി, അള്ളയല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്ന ശിർക്കാണ്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, അതുപോലെ തന്നെ പള്ളിപ്പടിത്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കുന്നത് ശിർക്കാണ് എന്ന് വാദിച്ച് അവിടെ ചെറുപ്പക്കാർ തമ്മിൽ സംസാരമായി. അവസാനം വാദപ്രതിവാദത്തിന്റെ കരാറിലേക്ക് വന്നപ്പോൾ വീണ്ടും അതേ അഹ്സനി വന്നു. പഴയ അടവ് വീണ്ടും എടുത്തിട്ട് പറഞ്ഞു, നിങ്ങൾ ജിന്നിനോട് സഹായം തേടുന്നവരാണ്. ഞങ്ങൾ പറഞ്ഞു, അവിടെ വെച്ചുകൊണ്ട് വാദിച്ചു, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണ്. ആ സമയത്ത് അദ്ദേഹം പറഞ്ഞു, എഴുതണം. ഞങ്ങൾ എഴുതാൻ തയ്യാറായി, 2 വാദപ്രതിവാദം നടത്തിത്തരാം. ഒന്ന്, മുഹീദ്ദീൻ ശൈഖെ രക്ഷിക്കണേ, റിഫായി ശൈഖെ കാക്കണേ, മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ എന്നിങ്ങനെ അള്ളയല്ലാത്തവരോട് നടത്തുന്ന ആ ദുആ അത് ശിർക്കാണ്. ആ വിഷയത്തിലും അതുപോലെ മമ്പുറന്തങ്ങളെ രക്ഷിക്കണേ, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, ജിന്നെ സഹായിക്കണേ, മലക്കെ രക്ഷിക്കണേ എന്നിങ്ങനെ അല്ലാഹുവല്ലാത്തവരോട് നടത്തുന്ന പ്രാർത്ഥന ശിർക്കാണ്. ഇങ്ങനെ 2 വിഷയത്തിൽ ഞങ്ങൾ നിങ്ങളുമായി വാദപ്രതിവാദം നടത്താമെന്ന് ഞങ്ങൾ അവിടുന്ന് പറഞ്ഞു. പക്ഷെ അപ്പോഴും വന്നയാളുകൾക്ക് വാദപ്രതിവാദം നടത്തലല്ലോ ഉദ്ദേശം, അതുകൊണ്ട് അവിടുന്നും തെറ്റിപ്പോയി.
ആ ചക്കരപ്പറമ്പിന്റെ സീഡിയിൽ നിന്നും ഇവര് ക്ലിപ്പ് മുറിച്ചു. എന്നിട്ട് എന്താ ചെയ്തത്? അഹ്സനി പറയുകയാണ്. അഹ്സനി പറഞ്ഞതാണോ മുജാഹിദുകളുടെ വാദം? അയാൾ എന്തൊക്കെ പറയും? അത് മുജാഹിദിന്റെ വാദമാണോ? ഞങ്ങളുടെ വാദം മറച്ചു വെച്ചിട്ട് നാട് നീളെ പ്രചരിപ്പിച്ചു നടന്നു നിങ്ങൾ ഇല്ലേ? അതുപോലെ ഞങ്ങളുടെ പണ്ഡിതന്മാരുടെ ഉദ്ധരണികൾ മുറിച്ചുകൊണ്ട് നിങ്ങൾ നാട് നീളെ നടന്നു ഇല്ലേ? പക്ഷെ ഇപ്പോഴും നിങ്ങൾ മുറിക്കുകയാണ്. നിങ്ങൾ മുറിക്കുന്നത് കൗൺസിൽ സീഡിയാണ്, ഞങ്ങളുടെ നേതാക്കന്മാരുടെ വാക്കുകളാണ്, ജമിയത്തുൽ ഉലമയുടെ തീരുമാനങ്ങളാണ് നിങ്ങളിപ്പോൾ മുറിച്ചിട്ട് കാണിച്ചു കൊണ്ടിരിക്കുന്നത്. പക്ഷേ അവിടെ നിങ്ങളറിയാതെ സത്യം പറയുന്നു, നിങ്ങളറിയാതെ നിങ്ങളുടെ വാദത്തെ നിങ്ങൾ തകർക്കുന്നു. നിങ്ങൾ നാട് നീളെ പറഞ്ഞത് പ്രചരിപ്പിച്ചത് തെറ്റാണെന്ന് നിങ്ങളുടെ നാവ് കൊണ്ട് അല്ലാഹു സുബ്ഹാനഹു വ തആല പറയിക്കുന്നു. ഇത് ചരിത്രത്തിൽ സ്ഥാനം പിടിക്കുക തന്നെ ചെയ്യും, സംശയമില്ല. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം എവിടെ വെച്ചാണെങ്കിലും അവർ പറഞ്ഞു, കഴിഞ്ഞ കാലങ്ങളിൽ പറഞ്ഞു, ഇന്നലകളിൽ പറഞ്ഞു, ഇന്ന് പറയും, നാളെയും പറയും, ജിന്നിനോട് പ്രാർത്ഥിക്കൽ തെറ്റാണ്, ശിർക്കാണ്, ജിന്നിനോട് സഹായം തേടൽ തെറ്റാണ്, ശിർക്കാണ്. അത് പറയാൻ മുജാഹിദുകൾക്ക് മടിയില്ല. പയ്യന്നൂര് മുഖാമുഖം നടത്തുമ്പോ, പയ്യന്നൂർ എന്ന് പറഞ്ഞാൽ എവിടെയാണ്? കണ്ണൂരാണ്. കണ്ണൂര് പയ്യന്നൂര് മുഖാമുഖം നടത്തുമ്പോ ചോദ്യം ചോദിക്കാൻ ഒരാൾ വന്നു. അയാൾ എഴുന്നേറ്റ് ഇന്ന് പേര് പറഞ്ഞു. എന്റെ പേര് യാസ്മിൻ എന്നാണ്, ഞാൻ വരുന്നത് തിരുവനന്തപുരത്ത് നിന്നാണ് എന്നാ. എന്താ? കണ്ണൂര് ചോദ്യം ചോദിക്കാൻ വേണ്ടിയിട്ട് തിരുവനന്തപുരത്ത് നിന്ന് ഒരാൾ ട്രെയിൻ കയറി വന്നിരിക്കുകയാണ്. അയാൾ ചോദിച്ചു, ജിന്നിനോട് സഹായം നേടാൻ പാടുണ്ടോ? പാടില്ല, തെറ്റാണെന്ന് പറഞ്ഞു. ആ സമയത്ത് അദ്ദേഹം തന്നെ പറഞ്ഞു, അല്ല അങ്ങനെയാണല്ലോ നാട് നീളെ പ്രചരിപ്പിക്കുന്നത്, ഏതായാലും അങ്ങനെയല്ല എന്ന് നിങ്ങൾ സമ്മതിച്ചുവല്ലോ എന്നാ. ആ സമയത്ത് അവിടെ വെച്ചുകൊണ്ട് ഞാൻ തന്നെ പറഞ്ഞു, ഏതായിരുന്നാലും ഇനി മേലിൽ ആ പ്രചരണവുമായി താങ്കളിൽ നടക്കൂലല്ലോ, ആ കള്ളവാർത്തയുമായി താങ്കളിൽ നടക്കൂലല്ലോ, താങ്കളുടെ ധാരണപ്പശക് തീർന്നുവല്ലോ എന്നവിടുന്ന് പറഞ്ഞു. അതുപോലെ തന്നെ ഈ കഴിഞ്ഞ ദിവസം ബഹ്റൈനിൽ വെച്ചുകൊണ്ട് മുഖാമുഖം നടത്തുമ്പോൾ ഒരു സമസ്തക്കാരനാ വന്നത്. ആ സമസ്തക്കാരൻ വന്നുകൊണ്ട് പറഞ്ഞു, ചോദിച്ചതെന്താ ജിന്നിനോട് സഹായം തേടാൻ പറ്റുമോന്നാ. മുജാഹിദ് പ്രസ്ഥാനത്തെ സംബന്ധിച്ചിടത്തോളം അവരറച്ചു നിന്നിട്ടില്ല, മടിച്ചു നിന്നിട്ടില്ല, അവരുടെ കൈകാലുകൾ വിറച്ചിട്ടില്ല. എഴുന്നേറ്റിന്നുകൊണ്ട് അള്ളാഹുവിന്റെ ആയത്തുകൾ ഓതിയിട്ട് കൃത്യമായി സമർത്ഥിച്ചു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു. അള്ളാഹുവിനോട് മാത്രമാണ് പ്രാർത്ഥിക്കേണ്ടത്, അള്ളാഹുവല്ലാത്തവരോട് പ്രാർത്ഥിക്കാൻ പാടില്ല എന്ന് വളരെ ശക്തമായി അവിടെ വെച്ചുകൊണ്ടും പറഞ്ഞു കൊടുത്തു, പഠിപ്പിച്ചു കൊടുത്തു, സമർത്ഥിച്ചു കൊടുത്തു. നിങ്ങൾ വളരെ വ്യക്തമായി ഈ വിഷയം മനസ്സിലാക്കേണ്ടതുണ്ട്, അറിയേണ്ടതുണ്ട്. ഇത് ഞാൻ വെറുതെ പറയുകയല്ല. ബഹ്റൈൻ മുഖാമുഖത്തിന്റെ CD ഇറങ്ങുമ്പോൾ വിശദമായി നിങ്ങൾ കേൾക്കുക. അതിന്റെ ആ ഭാഗത്തിന്റെ കുറച്ചു മാത്രം ഈ സന്ദർഭത്തിൽ നിങ്ങൾ കേട്ടോളൂ. എന്റെ ചോദ്യം റഷീദ്. എന്റെ ചോദ്യം, ജിന്നുകളോട് സഹായം ചോദിക്കുന്നത് ശിർക്കാണോ അതല്ല തൗഹീദാണോ എന്നുള്ളതാണ്. ഏതായാലും സംശയം തീരുന്നവരെ ചോദ്യത്തിന് അവസരമുണ്ട് എന്ന് ബഹുമാന്യൻ സ്റ്റേജിൽ നിന്ന് വ്യക്തമാക്കിയത് കൊണ്ടാണ് ഞാൻ ചോദ്യത്തിലേക്ക് വന്നത് എന്ന് പ്രത്യേകം അറിയിക്കുന്നു. സംശയം തീർന്നാൽ സംശയം തീർന്നു എന്ന് പറയണം, ഇല്ലെങ്കിൽ എന്തുകൊണ്ട് സംശയം തീർന്നില്ല എന്നും പറയണം. സംശയം തീർത്ത് നമുക്ക് സംശയം തീർത്തരാം. അപ്പോൾ ഇവിടെയുള്ള സുഹൃത്തിന്റെ ഒന്നാമത്തെ ചോദ്യം, ജിന്നിനോട് സഹായം തേടൽ ശിർക്കാണോ അല്ലേന്ന്. വിഷയാവതരണം ഒന്ന് ശ്രദ്ധിച്ചു കേട്ടിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും ഉണ്ടാകുമായിരുന്നില്ല. വിഷയാവതരണം ഒന്ന് നന്നായി മനസ്സിലാക്കിയിരുന്നെങ്കിൽ ഈ സംശയം ഒരിക്കലും എന്റെ സുഹൃത്ത് ചോദിക്കുമായി. കാരണം ഇവിടെ വിഷയാവതരണത്തിൽ വളരെ വ്യക്തമായി തന്നെ സൂചിപ്പിച്ചത് അള്ളാഹുവിനോട് മാത്രമേ പ്രാർത്ഥിക്കാൻ പാടുള്ളൂ എന്നാണ്. അള്ളാഹു അല്ലാത്ത ഒരു ശക്തിയോടും പ്രാർത്ഥിക്കാൻ പാടില്ല. അത് ജിന്നാകട്ടെ, മലക്കാകട്ടെ, കല്ലാകട്ടെ, മരമാകട്ടെ, എന്താകട്ടെ, ജിന്നിനോട് പ്രാർത്ഥിക്കാൻ പാടില്ല. പാടില്ല എന്ന് വെറുതെ പറയുകയല്ല. വിശുദ്ധ ഖുർആനിലെ ആയത്ത്, വിശുദ്ധ ഖുർആനിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല പറയാണ്, ഖുൽദു അല്ലദീന സഅംതും മിൻ ദൂനിഹി ഫലാ യംലികൂന കശ്ഫൽ അൻകും വലാ തഹ്വീലാ ഉലൈക അല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല അയ്യുഹും അഖ്റബ് വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു ഇന്ന അദാബ റബ്ബിക കാന മഹ്ദൂറാ. ഖുൽ, നബിയെ താങ്കൾ പറയൂ, ഉദുല്ലദീന സഅംതും മിൻ ദൂനിഹി, അല്ലാഹുവിന് പുറമെ മറ്റുള്ളവരോട് നിങ്ങൾ പ്രാർത്ഥിച്ചു നോക്കൂ. നിങ്ങൾ ജൽപ്പിച്ചുണ്ടാക്കിയ നിങ്ങളുടെ ഇലാഹുകളോട്,
നിങ്ങളുടെ ആരാധനാമൂർത്തികളോട് നിങ്ങൾ ഒന്ന് പ്രാർത്ഥിച്ചു നോക്കൂ. ഫലാ യംലികൂന കശ്ഫൽ ദുർരി അൻകും വലാ തഹ്വീല. നിങ്ങളുടെ പ്രയാസത്തെ നീക്കുവാനോ നിങ്ങളുടെ നിലവിലുള്ള അവസ്ഥയിൽ ഒരു മാറ്റം വരുത്തുവാനോ അവർക്ക് സാധിക്കുന്നതല്ല, അവർക്ക് കഴിയുകയില്ല. ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. നിങ്ങൾ വിളിച്ചു പ്രാർത്ഥിക്കുന്ന നിങ്ങളുടെ മൂർത്തികൾ തന്നെ അവർ അള്ളാഹുവിനോട് പ്രാർത്ഥിക്കുന്നവരും റബ്ബിലേക്ക് അടുക്കുവാനുള്ള മാർഗം അന്വേഷിക്കുന്നവരുമാണ്. അവരിൽ നിന്ന് അള്ളാഹുവിലേക്ക് ഏറ്റവും അടുത്തവർ വരെ എന്ന് മാത്രമല്ല, വയർജൂന റഹ്മതഹു വയഖാഫൂന അദാബഹു. അവർ അള്ളാഹുവിന്റെ റഹ്മത്തിനെ കൊതിക്കുന്നവരാണ്, അള്ളാഹുവിന്റെ ശിക്ഷയെ ഭയപ്പെടുന്നവരാണ്. തീർച്ചയായും നിന്റെ റബ്ബിന്റെ ശിക്ഷയെ ഭയപ്പെടേണ്ടതാണ് എന്ന് വളരെ വ്യക്തമായി വിശുദ്ധ ഖുർആൻ പറയുന്നു. ഈ ആയത്തിനെ വിശദീകരിച്ചുകൊണ്ട് മഹാനായ ഇബ്നു മസ്ഊദ് റളിയല്ലാഹു അൻഹു പറയുന്നത് കാണാം, ഉലൈകല്ലദീന യദൂന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അവർ തന്നെ അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണെന്ന് പറഞ്ഞുവല്ലോ. ഇങ്ങനെ ഈ ആയത്ത് അവതരിക്കുവാനൊരു പശ്ചാത്തലമുണ്ട്. ആ പശ്ചാത്തലം ഖാല നസലത് ഫീ നഫരിൻ മിനൽ അറബ്, അറബികളായ ഒരു സംഘം ആളുകളുടെ കാര്യത്തിൽ അവതരിച്ചതാണ്. കാനൂ യഅ്ബുദൂന നഫറൻ മിനൽ ജിന്നി, അവര് ജിന്നുകളിൽപ്പെട്ട ഒരു സംഘത്തെ ആരാധിച്ചവരായിരുന്നു. ഫഅസ്ലമൽ ജിന്നിയൂന, എന്നാൽ ആ ജിന്നുകൾ മുസ്ലിങ്ങളായി മാറി. വൽ ഇൻസുല്ലദീന കാനൂ യഅ്ബുദൂനഹും, എന്നാൽ അവർ മുസ്ലിമായ വിവരമറിയാതെ ചില ആളുകൾ അവരോട് ഇവിടെ നിന്നുകൊണ്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി, നേർച്ച വഴിപാട് നിർപ്പിക്കാൻ തുടങ്ങി, അവയോട് ആവലാദികൾ ബോധിപ്പിക്കാൻ തുടങ്ങി. ഫനസലത് ഉലൈകല്ലദീന യദ്ഊന യബ്തഗൂന ഇലാ റബ്ബിഹിമുൽ വസീല. ആ ഘട്ടത്തിലാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല ഈ ഒരു ആയത്ത് വിശുദ്ധ ഖുർആനിൽ അവതരിപ്പിച്ചു തന്നത്. അഥവാ ഇവർ വിളിച്ചു പ്രാർത്ഥിക്കുന്ന ആളുകൾ അഥവാ ആ ജിന്നുകൾ അവര് അള്ളാഹുവിന്റെ സാമീപ്യം തേടുന്നവരാണ്, റബ്ബിലേക്ക് അടുക്കാനുള്ള മാർഗം അന്വേഷിച്ച് മുസ്ലിമായവരാണ്. അതുകൊണ്ട് ഇവർ ചെയ്യുന്നത് തെറ്റാണ്, കുറ്റകരമാണ്. ഇനി അതെല്ലാവരും മുസ്ലിങ്ങളായിട്ടില്ലെങ്കിലും ആ ജിന്നുകളോട് പ്രാർത്ഥിക്കാൻ പാടില്ല, തേടാൻ പാടില്ല എന്നാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. ഒരാൾ മുഹീദ്ദീൻ ശൈഖിനോട് പ്രാർത്ഥിക്കുന്നു, മുഹീദ്ദീൻ ശൈഖെ കാക്കണേ, റിഫായി ശൈഖെ രക്ഷിക്കണേ. അതല്ല എങ്കിൽ ഒരാൾ പാടുന്നു, വമൻ യുനാദിസ്മി അൽഫം ബിഖൽവതിഹി അസ്മൻ ബിഹിമ്മതിഹി ശർമൻ ലിഅഫ്വതിഹി അജബ്തുഹു മുസ്രിഅൻ മിൻ അജ്ലി ദഅവതിഹി ഫയദ്ഉ യാ അബ്ദൽ ഖാദിർ മുഹിയുദ്ദീൻ. ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ എങ്ങനെ വിളിക്കണം? ഒറ്റക്കിരുന്നു കൊണ്ട് വിളിക്കണം, ഖൽവത്തിലായിരുന്നു വിളിക്കണം, ഏകാഗ്രതയോടെ വിളിക്കണം, മനസാന്നിധ്യത്തോടെ വിളിക്കണം. അങ്ങനെ ആരെങ്കിലും എന്റെ പേര് 1000 വട്ടം വിളിച്ചാൽ, യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിച്ചാൽ തീർച്ചയായും അയാളുടെ പ്രാർത്ഥനയ്ക്ക് ഞാൻ ഉത്തരം നൽകുമെന്ന് ഖുതുബിയത്തിൽ പാടിയിട്ട് ഒരാൾ പാതിരാത്രിയിൽ കഥകടച്ചിരുന്ന് യാ ശൈഖ് യാ മുഹീദ്ദീൻ അബ്ദുൽ ഖാദിർ ജീലാനി എന്ന് വിളിക്കുകയാണ്. അത് ശിർക്കാണ്, അത് കുഫ്റാണ്. വേറൊരു മുസ്ലിയാർ മാറി നിന്നുകൊണ്ട് ഖുതുബിയത്ത് ഓതുന്നതിന് മുമ്പ് കുറെ ജിന്നുകളുടെ പേര് പറയുന്നു, കുറെ അർവാഹുകളുടെ പേര് പറയുന്നു, എന്നിട്ട് അവരോട് തേടുന്നു, ആവലാദികൾ ബോധിപ്പിക്കുന്നു. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, സംശയമില്ല. ജിന്നിനോട് പ്രാർത്ഥിച്ചാലും ഇനി അതല്ല വേറെ ഒരാൾ മാറിയിരുന്നു കൊണ്ട് പ്രാർത്ഥിക്കുകയാണ്. എന്താണ് അയാളെ പ്രാർത്ഥന എന്നറിയോ? യാ ജിബ്രീൽ യാ മീകായിൽ യാ ഇസ്രാഫീൽ യാ അസ്റായീൽ. അയാൾ പ്രാർത്ഥിക്കുന്നത് യാ ജിബ്രീൽ, ജിബ്രീലിനെ വിളിച്ചുകൊണ്ടാണ്, യാ മീകായിൽ, മീകായിലിനെ വിളിച്ചുകൊണ്ടാണ്, യാ ഇസ്രാഫീൽ, ഇസ്രാഫീലെ എന്ന് വിളിച്ചുകൊണ്ടാണ്, യാ അസ്റായീൽ, അസ്റായീലിനെ എന്ന് വിളിച്ചുകൊണ്ടാണ്. എന്തിനാ അസ്റായീലിനെ വിളിച്ച് നമുക്ക് പിടികിട്ടില്ല. ആയിക്കോട്ടെ, അസ്റായീലെ എന്ന് വിളിച്ചുകൊണ്ടാണ് അയാൾ പ്രാർത്ഥിക്കുന്നത്. എങ്കിൽ അതും ശിർക്ക് തന്നെയാണ്, കുഫ്ർ തന്നെയാണ്. അതുകൊണ്ട് അള്ളാഹുവിനോട് മാത്രം പ്രാർത്ഥിക്കണമെന്ന് പറയുമ്പോൾ അതിൽ നിന്ന് ജിന്ന് ഒഴിവാണ് എന്ന് ഒരാളും മനസ്സിലാക്കേണ്ടതില്ല. അതുകൊണ്ട് വ്യക്തമായി മനസ്സിലാക്കിക്കോ, ജിന്നിനോട് മാത്രമല്ല, മലക്കിനോട് മാത്രമല്ല, മനുഷ്യനോട് മാത്രമല്ല, കല്ലിനോട് മാത്രമല്ല, മരത്തോട് മാത്രമല്ല, അള്ളയല്ലാത്ത ഏതു പടപ്പിനോട് പ്രാർത്ഥിച്ചാലും അത് ശിർക്കാണ്, അത് കുഫ്റാണ്. അതിലൊരു മുസ്ലിമിന് സംശയമുണ്ടാകാൻ പാടില്ല, തർക്കിക്കാനും പാടില്ല. ഇത് വളരെ വ്യക്തമായി പറയുന്നവരാണ് മുജാഹിദുകൾ. ഇത് പറയാൻ മടിയില്ലാത്തവരാണ് മുജാഹിദുകൾ. ഒരു സ്ഥലത്തല്ല ഇത് പറഞ്ഞിട്ടുള്ളത്. ഇനി അനുബന്ധ ചോദ്യങ്ങളുണ്ട്, അദ്ദേഹത്തിന്റെ അനുബന്ധ ചോദ്യങ്ങൾ. നിങ്ങൾ പ്രാർത്ഥനയല്ലേ പറഞ്ഞത്, സഹായതേട്ടമാണ് ഞാൻ ചോദിച്ചത്. അതിന് വളരെ വ്യക്തമായി പിന്നെയും മറുപടിയുണ്ട്. പിന്നെയും